ഒന്നാണ് സാക്ഷാൽ റൊണാൾഡോ നസീറിയുടെ കംബാക്ക്. 97-ലെ ബാലൻഡിയോർ താരം തന്റെ 21-ാമത്തെ വയസ്സിൽ സ്വന്തമാക്കുമ്പോൾ പെലെയ്ക്കും മറഡോണയ്ക്കും വാൻ ബാസ്റ്റനും ശേഷം ഫുട്ബോളിലെ പുതിയൊരു സൂപ്പർ സ്റ്റാറിന്റെ പദവിയായിരുന്നു അക്കാലത്ത് റൊണാൾഡോയ്ക്ക് കൊടുത്തിരുന്നത്. വർഷം 1996-ൽ ബാഴ്സലോണയിൽ തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള റൊണാൾഡോയെ കൃത്യം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇറ്റാലിയൻ വമ്പന്മാരായിട്ടുള്ള ഇന്റർ മിലാൻ അവരുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു. മിലാനിൽ തീർത്തും സെൻസേഷണൽ ആയിരുന്ന റൊണാൾഡോയ്ക്ക് ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്നും വളരെയധികം ആരാധകരുണ്ടായിരുന്നു. കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം റൊണാൾഡോയ്ക്ക് ഒരു ACL ഇഞ്ചുറി സംഭവിക്കുകയുണ്ടായി. ഇന്ററും ലാസിയോയും തമ്മിൽ കോപ്പ ഇറ്റാലിയ ഫൈനൽ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ തന്റെ ട്രേഡ് മാർക്ക് സ്കില്ലായ സ്റ്റെപ്പ് ഓവറിന് ശ്രമിക്കുന്ന റൊണാൾഡോയ്ക്ക് ACL ഇഞ്ചുറി സംഭവിക്കുകയായിരുന്നു. ഉടനെ സ്റ്റേഡിയം നിശബ്ദമായി. വേദന കൊണ്ട് പൊളയുന്ന റൊണാൾഡോയുടെ അലർച്ച അന്നത്തെ ഒളിമ്പിക്കോ സ്റ്റേഡിയം നിശബ്ദമാക്കി എന്ന് വേണം പറയാൻ. ഇരു ടീമിലെയും താരങ്ങൾ ഉടനെ മെഡിക്കൽ ടീമിനെ വിളിച്ചു വരുത്തി. ഇരു ടീമിലെ ആരാധകരും കളിക്കാരും മൊത്തത്തിൽ ഈ ദുരന്തം നേരിൽ കണ്ടു. നടക്കാൻ സാധിക്കാതിരുന്ന റൊണാൾഡോയെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത്. അയാളുടെ കാൽമുട്ടിലെ ഞരമ്പുകൾക്ക് പൊട്ടലുണ്ട്. പരിക്ക് വിചാരിച്ചതിനേക്കാൾ ഗുരുതരമാണ്. ഇതായിരുന്നു റൊണാൾഡോയുടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മറുപടി. സത്യത്തിൽ ഈ ഒരു ഇഞ്ചുറി സാക്ഷാൽ റൊണാൾഡോ റിക്കവർ ആവില്ല എന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ അയാളൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ പതിയെ നടന്നു തുടങ്ങി. ഈ ഒരു ഇഞ്ചുറിയുടെ വിഷമങ്ങൾക്കിടയിലും റൊണാൾഡോയ്ക്ക് മകനുണ്ടായത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസം പകർന്നു. പിന്നീട് വളരെയധികം മാസങ്ങൾക്ക് ശേഷം റൊണാൾഡോയെ സൈഡ് ബെഞ്ചിൽ കാണാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം 2001 സെപ്റ്റംബറിൽ ഇന്റർ മിലാന്റെ കുപ്പായത്തിൽ വീണ്ടും ഗ്രൗണ്ടിലെത്തി. എനിക്ക് സംഭവിച്ചിട്ടുള്ള ഇഞ്ചുറി അത്ര ഭയാനകമായിട്ടുള്ള ഇഞ്ചുറി ആയിരുന്നിട്ട് പോലും ഇതൊന്നും വകവെക്കാതെ ചാരത്തിനുയർത്തെഴുന്നേറ്റ ഫീനിക്സ് പക്ഷേ പോലെ 2002 ലോകകപ്പിന്റെ ഫൈനലിൽ സാക്ഷാൽ ഒലിവർ കാന്റെ ജർമ്മനിയെയും കീഴടക്കി ആ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കി. ഫൈനലിലെ 2 ഗോളുകളടക്കം റൊണാൾഡോ ആ വേൾഡ് കപ്പിൽ അടിച്ചു കൂട്ടിയത് 8 ഗോളുകളാണ്. ഇതാണ് ഫുട്ബോൾ ലോകം കണ്ടത് വെച്ച ഒരു മനുഷ്യന്റെ ഏറ്റവും മികച്ച കംബാക്ക്. മൊത്തത്തിൽ പരിക്കിന്റെ പിടിയിലല്ലായിരുന്നെങ്കിൽ റൊണാൾഡോയുടെ കരിയർ ഇതിലും മികച്ചതായേനെ.